ഇത് സംബന്ധിച്ച് മരട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിന്റെ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സമയം ഈ സ്ഥലത്തു നിന്നും കണ്ടെടുത്തിട്ടുള്ള നിരവധി സാധനങ്ങളുണ്ട്. അവിടെയൊക്കെ ഫോറൻസിക് എക്സാമിനേഷൻ റിസൾട്ട് കിട്ടുന്നതിനുണ്ട്. അതുപോലെ തന്നെ പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളടക്കമുള്ള വസ്തുക്കളുടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിന് ശേഷം ഇവരെ ആരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടി ഇവിടെ വന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതായിരിക്കും. അല്ല, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് അന്വേഷിക്കും. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും അവരെ ചോദ്യം ചെയ്യുന്നതും മറ്റ് നടപടികൾ സ്വീകരിക്കും. ഈ കേസിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പോലീസ് ഏറ്റവും ക്വിക്കായിട്ട് ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇത്രയും ചെയ്യാൻ സാധിച്ചത്. അല്ല, ഇത് സംബന്ധിച്ച് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കും എന്ന കാര്യത്തിൽ എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെക്കുറിച്ചും നമുക്കറിയാം. അവിടെ നടന്നിട്ടുള്ള മുഴുവൻ വസ്തുക്കളെക്കുറിച്ചും നമുക്കറിയാം. ഇവര് അവിടെ വന്നിട്ടുള്ളത് എന്തിനാണെന്നും ആ കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷണം കൊണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, കൊച്ചിയിലെ ലഹരി ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചും അതിന്റെ വ്യാപനത്തിനെ സംബന്ധിച്ചുമുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികളാണ് കൊച്ചി സിറ്റിയിലെ ലഹരിക്കെതിരെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയതെന്ന ഒരു കാര്യം അവരുടെ അഭിഭാഷകൻ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ജാമ്യം നിഷേധിക്കുന്ന ഒരു വകുപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അല്ല, അങ്ങനെയല്ല. അത് നമുക്ക് കേസിൽ നമ്മൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള മുതലുകളുടെ അടിസ്ഥാനത്തിലും കൂടിയാണ് നമ്മൾ കേസിൽ സെക്ഷൻ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ആ കേസിന്റെ നമുക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത്രയും നമുക്ക് ഈ സമയത്ത് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. സാർ, ഈ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയുടെ സന്ദർശനം നടത്തിയെന്നുള്ളത് CCTV-ൽ നിന്ന് വ്യക്തമായിട്ടുണ്ടോ? അത് രജിസ്ട്രി ആണോ? അല്ല, അത് വിശദമായിട്ട് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അല്ല, അതിപ്പോൾ ഇയാളുടെ മൊഴികളോ സാക്ഷികളുടെ മൊഴികളൊന്നും ഇപ്പോൾ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ നിവൃത്തിയില്ലാത്തതാണ്. അല്ല, പ്രതികളെ നമ്മൾ വിശദമായിട്ട് ഇനിയും ചോദ്യം ചെയ്യും. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പ്രതികളുടെ രക്തസാമ്പിള്, യൂറിൻ, ബ്ലഡ് ഇതെല്ലാം നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം വിശദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അത് കേസ് അന്വേഷണം പുരോഗമിക്കുന്നതിന് ശേഷമേ പറയാൻ സാധിക്കുള്ളൂ. കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ കൊക്കൈൻ സൂക്ഷിച്ചിരുന്ന ഒരു കവർ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. അതെ, അതിലിപ്പോൾ അവിടെ കണ്ടെത്തിയിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ വിശദമായിട്ടുള്ള രാസപരിശോധന റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയതിനു ശേഷം അതിനനുസരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കും. പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇവര് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ വിദേശത്ത് നിന്നും കൊക്കൈൻ അടക്കമുള്ളവ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ കസ്റ്റഡി അപേക്ഷയിൽ നൽകിയിരുന്നില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. നമുക്കത് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും സമയത്തും ഒക്കെ ഇവരോട് വന്നിട്ടുള്ളതായിട്ടുള്ള സൂചനകളുണ്ട്. അതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. അല്ല, അതിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്.